ഹലോ നമസ്കാരം. മഴത്തോരു മുമ്പിടെ നാളത്തെ ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ബാലചന്ദ്രൻ കുറച്ച് കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല, പിന്നെ ബാലചന്ദ്രനോട് മനു ഒന്ന് സംസാരിക്കുമ്പോൾ, അതായത് ഒന്ന് അഴയാൻ വേണ്ടിയിട്ട്, അതായത് ഒന്ന് ഇങ്ങനെ വൈജിയോടുള്ള പെരുമാറ്റമൊക്കെ ഒന്ന് മാറ്റി അമ്മയും മോളൊക്കെ ഒന്ന് തമ്മിൽ പരസ്പരം തിരിച്ചറിയട്ടെ, അവരൊന്ന് കെട്ടിപ്പിടിച്ച് കരയട്ടെ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ എടുക്കുന്ന നിലപാടൊക്കെ കേട്ട് മനുവിന് തന്നെ ദേഷ്യം വരുന്നുണ്ട്. മനുവിന് തോന്നുകയാണ് ബാലചന്ദ്രൻ വൈജിയോട് ഉള്ള പക കാരണം പ്രതികാരം ചെയ്യുമ്പോൾ അതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് അലീനയുടെ കൂടി ജീവിതമാണല്ലോ എന്നുള്ളൊരു ടെൻഷനാണ് മനുവിനുള്ളത്. മനു ചിന്തിക്കുന്നത് അലീനയെ പറ്റി മാത്രമാണ് മനു ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സീനുകളും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വൈജിയുടെ ആങ്ങളമാർ ഇങ്ങനെ വൈജിയോട് ഇങ്ങനെ ആ ക്യാഷ് റിട്ടേൺ ചെയ്യാൻ പറയുന്നുണ്ട് വൈജിയോട്. അപ്പം വൈജി അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാക്കിയായിട്ടുള്ളൊരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് മറന്നു പോകരുത് കേട്ടോ. എന്നാൽ നേരെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ മനു ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ബാലചന്ദ്രനും വൈജിയും അലീനയും ഒക്കെ കൂടി കുഴഞ്ഞു കിടക്കുന്ന ആ കേസ് ഒന്ന് ഓപ്പൺ ആയിട്ട് എല്ലാ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് മനു ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ ബാലചന്ദ്രൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത്. കാരണം എന്ത് വന്നാലും അലീന ആരാണ് എന്നുള്ള സത്യം വൈജിയോട് തുറന്ന് പറയാൻ പോകുന്നില്ല എന്ന് പറയണം. അപ്പം മനു ഒന്ന് ഭീഷണിയുടെ സ്വരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാലോ ആൻറ്റിയോട് എന്ന് പറയുമ്പോൾ നിനക്കതിനുള്ള ധൈര്യം ഇല്ല മനു. നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ പറഞ്ഞു നോക്ക്, അതിൻ്റെ അനന്തര ഫലം വളരെ വലുതായിരിക്കുമെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് അടുത്തൊങ്ങാനും തീരാൻ പോകുന്നില്ല, ഈ പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല എന്ന് മനുവിന് മനസ്സിലാവുകയാണ്. ഒരു നടക്കി പോവില്ല എന്നുള്ള രീതിയിൽ മനു ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. അതേസമയം ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ശിവനും രാജീവനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വൈജിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ട്. എന്താണ് നിൻ്റെ തീരുമാനം, നീ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാനൊരു വാടക വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറാനാണ് പോകുന്നത് എന്ന് പറയണം. അപ്പോൾ നിൻ്റെ പിടിവാശി കളയണം, നീ തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് തന്നെ പോകണം എന്ന് പറയുമ്പോൾ ആ വൃത്തികെട്ടവളുള്ള വീട്ടിലേക്ക് ഞാൻ പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. അലീനയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഇവരാണെങ്കിൽ എങ്ങനെയെങ്കിലും വൈജയുടെ മനസ്സൊന്ന് മാറ്റി വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വൈജ അടുക്കുന്നേ ഇല്ല. അങ്ങനെ അവസാനം ആ ഒരു ബില്ലെടുത്ത് കൊടുക്കുകയാണ്. ഈ ബില്ല് നീ തിരിച്ചടയ്ക്കണം എന്ന് പറയണം. അതെന്താ ഞാൻ തിരിച്ചടക്കേണ്ടത്? ബാലചന്ദ്രന് നീ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഡിവോഴ്സിനാണ് പോകുന്നത്, അല്ലെങ്കിൽ വേറെ വാടക വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ഒരു ആളെ പരിചരിക്കേണ്ട ആവശ്യം ബാലചന്ദ്രനില്ല. അതുകൊണ്ട് ഈ കാശ് നീ തിരിച്ചു കൊടുക്കണം എന്ന് പറയണം. നീ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കണം, അത്ര തന്നെ എന്ന് പറയണം. അപ്പോൾ വൈജ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ വാദങ്ങൾക്ക് മുന്നിൽ വൈജ പിന്നീടൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ കൊടുത്തോളാം എന്ന് തന്നെ പറയണം. ഇനി വാക്ക് മാറരുത് എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ വാക്ക് മാറില്ല എന്ന് പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ഇനി ഒരിക്കലും കടപ്പാട്ടൂരിലേക്ക് പോകില്ല എന്നാണോ വാശി കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകത്തില്ല എന്ന് പറയണം. അലീന എന്ത് നിന്നോട് തെറ്റ് ചെയ്തു? അവൾ എല്ലാവരെയും സ്നേഹിക്കുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിക്കാൻ നോക്കുന്നുണ്ട് വൈജയന്തിയോട്. പക്ഷേ ആ സമയത്തൊന്നും വൈജയന്തി കൂട്ടാക്കുന്നില്ല അതിനെ അംഗീകരിക്കാനൊന്നും. ശരിക്കും ഒരു തെരുവ് പട്ടിക്ക് കൊടുക്കുന്ന ഒരു സ്നേഹമോ കരുതലോ അതുപോലും അവൾക്ക് ഞാൻ കൊടുക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും അനിഷ്ടത്തോടു കൂടിയിട്ടാണ് വൈജയന്തി അലീനയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ശിവനും രാജീവനും ഭയങ്കര വിഷമമുണ്ട്. കാരണം സ്വന്തം മോളെക്കുറിച്ച് തന്നെയാണ് ഒരു അമ്മ ഇങ്ങനെ പറയുന്നത്. അവർക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുണ്ടാവുന്ന അനന്തരഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രവൃത്തികളൊക്കെ പുറത്തു വരും. വൈജയന്തി എങ്ങനെയാണ് ബാലചന്ദ്രൻ്റെ ഭാര്യയായതെന്ന് വൈജയന്തിയുടെ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല എന്നുള്ള കാര്യം അറിയുമ്പോൾ അപ്പോൾ നമ്മുടെ സ്റ്റാൻലിയോട് ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തു വരും. അപ്പോൾ അതൊക്കെ അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവരതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കാത്തത്. അങ്ങനെ എന്നാൽ ശരി, ഞങ്ങൾ പോവുകയാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്താ ആവശ്യം, ഇവിടെ എനിക്കൊരു ആവശ്യമില്ല എന്ന് പറയാണ് വൈജ. ശരിയാണ്, ഇവിടെ നിനക്ക് യാതൊരു ആവശ്യമില്ല, കാരണം ബാലചന്ദ്രൻ എല്ലാം കണ്ടും അറിഞ്ഞും തന്നെ ചെയ്യുന്നുണ്ട്. നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അയാൾ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് എന്ന് പറയണം. അത് അയാളുടെ കടമയല്ലേ, അയാളുടെ ഭാര്യയല്ലേ കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ഭാര്യയൊക്കെ തന്നെയാണ് ശരി, കാര്യം ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ നീ അയാളോട് കാണിച്ച പ്രവൃത്തി കൂടി നീ ഓർക്കണം എന്ന് പറയണം. ഞാൻ എന്ത് ചെയ്തു ശിവേട്ട?
ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നോട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ശത്രുവിനെ പോലെ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് അലീനയെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചാൽ എന്താ കുഴപ്പം? ഇനി അത് വേണ്ട, നിൻ്റെ സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് തന്നെ വെച്ചോ. എന്നാലും ബാലചന്ദ്രൻ്റെ മകളായിട്ട് അംഗീകരിക്കുകയും അതുപോലെ ഒന്ന് സ്നേഹിക്കുകയും ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പട്ടി സ്നേഹിക്കും അവളെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വളരെയധികം ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് വൈജ. അന്നേരം ശിവേട്ടൻ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട്, നീ എന്ത് കണ്ടിട്ടാണ് വൈജ ഇങ്ങനെയൊക്കെ കിടന്ന് തിളയ്ക്കുന്നത്? നിൻ്റെ കാര്യങ്ങളൊന്നും നിനക്കറിയാത്തതല്ലല്ലോ, വിവാഹത്തിന് മുൻപ് നിനക്കുണ്ടായിരുന്നില്ലേ ഇതുപോലൊരു ബന്ധം എന്നൊക്കെ പറയാണ്. അതിൽ നിനക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തില്ലേ, ആ കാര്യമൊന്നും നീ മറന്നു പോകരുത് എന്ന് പറയുമ്പോൾ ശിവേട്ട ഒന്ന് നിർത്തുന്നുണ്ടോ? അതൊക്കെ കഴിഞ്ഞ കാര്യം, എന്തിനാണ് ഇപ്പോൾ ആ കാര്യമൊക്കെ ഇവിടെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ ആ കാര്യം ഇപ്പോൾ ഇവിടെ അല്ലാതെ വേറെ എവിടെയാണ് പറയുക? കാരണം ബാലചന്ദ്രൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോൾ നിനക്കത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പം നീ ഈ ഒരു തെറ്റ് ചെയ്തത് ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയുമ്പോൾ, ബാലചന്ദ്രൻ അങ്ങനെ ഒരു കാര്യം അറിയാൻ പാടില്ല, ഞാൻ സമ്മതിക്കത്തില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വീട് വിട്ടു പോവുക ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ ഇപ്പോഴും അത് തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്? ബാലചന്ദ്രൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു, അയാളുടെ മകളാണ് എന്നറിഞ്ഞപ്പോൾ നീ അയാളെ മക്കളെ ഉപേക്ഷിച്ചു പോകുന്നു. നേരെ മറിച്ച് നിൻ്റെ അവസ്ഥയാണ് ബാലചന്ദ്രൻ അറിഞ്ഞത് എന്ന് വെക്കുക, ഈ അലീന നിൻ്റെ മകളാണ്, നീ പ്രസവിച്ച മകളാണ് എന്ന് വിചാരിക്കാം. എന്നിട്ട് ആ കാര്യം ബാലചന്ദ്രനാണ് അറിഞ്ഞിരിക്കുന്നത് എങ്കിൽ നീ എന്ത് ചെയ്യും? ബാലചന്ദ്രൻ നിന്നെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അതിന് ഇവളുടെ അത്രയും കട്ടിയുള്ള മനസ്സൊന്നുമല്ല ബാലചന്ദ്രൻ്റേത്. ബാലചന്ദ്രൻ ഒരു പക്ഷേ ഇവളോട് ക്ഷമിക്കാൻ തയ്യാറായേക്കാം, പക്ഷേ ഇവളുടെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ഇത്രയും വർഷം അയാളെ ഒരു പട്ടിയെ പോലെ പരിഗണിച്ചിട്ടല്ലേ അയാളെ കണ്ടിരുന്നത്. ഒരു വിലയും കൊടുക്കാതെ അങ്ങനെയല്ലേ അയാളോട് സംസാരിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ ഒരു ദേഷ്യം അയാൾക്ക് ഉണ്ടാവില്ലേ എന്ന് പറയണം. അതിനിപ്പോൾ ആ കാര്യമൊക്കെ എന്തിനാ ഇപ്പോൾ പറയുന്നത്? അത് ബാലചന്ദ്രൻ അറിയത്തില്ലല്ലോ, എന്തിനാ പിന്നീട് വീണ്ടും അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് വഷളാക്കുന്നത് എന്നൊക്കെ വൈജ പറയുന്നുണ്ട്. അതെ, ഞങ്ങൾ ഈ പറയുന്നത് നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ നല്ല ഭാവി ഞാൻ കണ്ടുപിടിച്ചോളാം, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടായിട്ട് ഞാൻ വരത്തില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട എന്ന് വൈജ പറയുമ്പോൾ, നിൻ്റെ അഹങ്കാരം അഹന്ത ഒന്ന് കുറച്ചിട്ട് ബാലചന്ദ്രനെ സ്നേഹിച്ച് മക്കളെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്ക്. ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തകർത്തെറിയാൻ എളുപ്പമാണ്, പക്ഷേ അതൊന്ന് നിലനിർത്തി കൊണ്ടുപോകാനാണ് പാട്. നീ നിൻ്റെ നില മറന്നുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നിൻ്റെ പാസ്റ്റ് മറച്ചു വെച്ചിട്ടാണ് ബാലചന്ദ്രൻ്റെ മുന്നിൽ നീ നല്ല ഭാര്യയായിട്ട് ഒരു വീട്ടമ്മയായിട്ട് അവിടെ ഇങ്ങനെ വാണിരുന്നത്. ഇപ്പോൾ നിൻ്റെ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനെ അറിഞ്ഞാലുള്ള അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ, ശിവേട്ടൻ എന്തിനാണ് അതിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്? ആ കാര്യം ഒരിക്കലും ബാലചന്ദ്രൻ അറിയാൻ പോകുന്നില്ല, അത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യമല്ലേ എന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യമാണ് ബാലചന്ദ്രൻ്റേതും. അതെന്താ നീ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജയ്ക്ക് ഉത്തരമില്ല കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എനിക്കിനി നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, ശിവേട്ടൻ രാജീവേട്ടന് പോവാൻ നോക്ക് എന്ന് പറയാണ്. ഞങ്ങൾ പോവാണ്, ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് പോവാണ്. അന്നേരം വൈജ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അങ്ങനെ ബാലചന്ദ്രനെ കുറിച്ച് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വളരെ ദേഷ്യത്തിൽ കിടക്കുകയാണ് അവിടെ. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും ഞാൻ അവളെ അംഗീകരിക്കത്തില്ല, അവളുള്ള വീട്ടിലേക്ക് ഞാൻ പോവത്തില്ല, ഇത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ ശപഥമാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ കിടക്കണം. അതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനുവിൻ്റെയും അലീനയുടെയും കുറച്ച് പ്രണയ നിമിഷങ്ങളാട്ടോ. ഒരു ഭയങ്കര സംഭവമാണ് അവരുടെ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സൂപ്പർ ഒരു പ്രണയാട്ടോ. അതായത് നമ്മൾ നോർമലി കാണുന്നത് പോലെയൊന്നുമല്ല, ഇങ്ങനെ ഒരുപാട് പൈങ്കിളി കഥകളും അങ്ങനെയൊന്നുമല്ല, പക്ഷേ ഒരു മെച്യൂർഡ് ലവ് എന്നൊക്കെ പറയുന്നത് പോലെ രണ്ടുപേരും വളരെയധികം ഇങ്ങനെ നല്ല തന്മയത്വത്തോട് കൂടിയിട്ട് ഇങ്ങനെ പ്രണയിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു പ്രണയമാണ് അവരുടേത്. അപ്പോൾ എന്താണെങ്കിലും ബാലചന്ദ്രനോടൊക്കെ സംസാരിച്ചിട്ട് ഒരു കാര്യം നടക്കുന്നില്ലല്ലോ, അത് നടക്കില്ല എന്ന് മനസ്സിലായതോട് കൂടിയിട്ട് മനു ആണെങ്കിൽ തിരിച്ച് കൊല്ലപ്പള്ളിയിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അന്ന് രാത്രിയിൽ മനു അലീനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ രാത്രി ആയിക്കണം, അലീന ഇങ്ങനെ കിടക്കാൻ പോകുമ്പോഴാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഹലോ അലീന എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, മനുവേട്ട ഞാൻ കിടക്കാൻ പോവായിരുന്നു. മനുവേട്ടന് എന്തോ ഉറക്കമൊന്നുമില്ലേ? എന്താ മനുവേട്ട ഇങ്ങനെ നട്ടപ്പാതിരാക്കൊക്കെ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്.
അതേ ഞാനേ അവിടെ കഴക്കൂട്ടത്ത് ചെന്ന് മുത്തശ്ശൻ്റെ കൂടെ കഴക്കൂട്ടത്ത് ചെന്ന് അവിടെ മുതൽ ഒരു പെൺകുട്ടിയെ കണ്ടത് മുതലേ എൻ്റെ എല്ലാ സംഭവങ്ങളും പാളിപ്പോയിരിക്കുകയാണ്. അതായത് എൻ്റെ കൺട്രോളൊക്കെ പോയി. എനിക്കിപ്പോൾ ആ പെൺകുട്ടിയെക്കുറിച്ച് മാത്രമാണ് മനസ്സിൽ ചിന്ത എന്ന് പറയണം. ഓ മനുവേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് അലീന ഇങ്ങനെ ആക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അതെന്താ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കണം. എന്താ മനുവേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, മനുവേട്ടൻ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ മനു പൊട്ടിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ ഒന്ന് അളന്നതാണ്, നീ എങ്ങനെയാണ് ഇങ്ങനത്തെ സംസാരത്തിന് മറുപടി പറയാമെന്ന് അറിയണമല്ലോ, അതായത് കുറച്ചൊന്ന് റൊമാൻറ്റിക്കായി നോക്കിയതാണ് എന്ന് പറയണം. അത് ഏറ്റില്ല മനുവേട്ട എന്ന് പറയുന്നുണ്ട് അലീന. ഏറ്റില്ല അല്ലേ, ശരി എന്നാൽ ഇനി മാറ്റി പിടിക്കാം, നോർമലായിട്ട് തന്നെ സാധാരണ പോലെ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അതെ അതാണ് നല്ലത്, മനുവേട്ടനായിട്ട് സംസാരിച്ചാൽ മതി, എന്നോട് മറ്റൊരാളായിട്ട് സംസാരിക്കേണ്ട, എനിക്ക് അതാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. ഓ ആയിക്കോട്ടെ, എന്നാൽ ഞാനായിട്ട് തന്നെ സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്താണ് വീട്ടിൽ പിന്നീട് അങ്കിൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ആ മനുവേട്ടൻ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ എന്നോട് സംസാരിച്ചു എന്ന് പറയണം. ആ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ആ മനുവേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു, നിനക്ക് നിൻ്റെ അമ്മയെന്ന് വിളിക്കാനും അമ്മ നിന്നെ തിരിച്ചറിയാനും ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറയണം. അപ്പോൾ നീ എന്ത് മറുപടി പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഏതൊരാൾക്കാണെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, പക്ഷേ അതിൻ്റെ അനന്തരഫലം വളരെ വലുതായതുകൊണ്ട് തന്നെ ഞാനത് ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. മനു പറഞ്ഞു, ഞാൻ നിന്നെ ഉപയോഗിക്കുകയാണെന്ന്, എൻ്റെ വാശി തീർക്കാൻ, എൻ്റെ പക തീർക്കാൻ ഞാൻ നിന്നെ ഉപയോഗിക്കുകയാണെന്ന്, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന, അയ്യോ അച്ഛ അങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ചോദിക്കണമെന്ന്, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ചിന്ത മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല കേട്ടോ, നിനക്ക് നിൻ്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാണ് മനുവിനോട് അലീന. അപ്പോൾ മനു പറയുന്നുണ്ട്, പിന്നെ നീ എന്താണ് അത് അങ്ങനെ പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ മനുവേട്ടൻ അറിയോ, ഞാൻ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകിയത് എൻ്റെ അച്ഛനാണ്. ഞാൻ ആരാണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഏറ്റവും സപ്പോർട്ടും ഒക്കെ നൽകിയത്, ഈ വീട്ടിൽ എനിക്ക് എല്ലാ സപ്പോർട്ടും നൽകി എന്നെ ഒരു മകളെപ്പോലെ ചേർത്ത് പിടിച്ചത് അച്ഛനാണ്. ആ അച്ഛൻ ഞാൻ ആരാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എന്നോട് വെറുപ്പല്ല കാണിച്ചത്, സ്നേഹമാണ്. ഒരു കുഞ്ഞു പൈതലിനോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ് എന്നോട് കാണിക്കുന്നത്. ആ അച്ഛനെ ധിക്കരിച്ച്, ആ അച്ഛനെ വിഷമിപ്പിച്ച്, ആ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാ സത്യങ്ങളും എനിക്ക് ആരോടും തുറന്ന് പറയേണ്ട മനുവേട്ട എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ മനുവിനും ഭയങ്കര ഫീലിങ്സ് തോന്നുകയാണ്. അലീനയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ്, ബാലചന്ദ്രനെ വിഷമിപ്പിക്കാൻ പറ്റില്ല, പക്ഷേ അമ്മ എല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു ടെൻഷനിലാണ് അലീനയും. അങ്ങനെ അവർ കുറച്ച് നേരം റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്നാൽ താൻ കിടന്നോ, വേറൊന്നും പറയാനില്ലെങ്കിൽ താൻ കിടന്നോ എന്ന് പറയുമ്പോൾ വേറെന്താ പറയാനുള്ളത്, പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയണം അലീന. വേറെ ഒന്നും എന്നോട് പറയാനില്ലേ, ഇനി ഞാൻ എന്നാ വരിക എന്ന് ചോദിക്കാനില്ലേ, ഞാൻ മീൻ കൊണ്ടുത്തന്നില്ലേ, അതിന് എന്നോടൊരു താങ്ക്സ് പറയാനില്ലേ? ഓ പിന്നെ അതാണോ ഇപ്പോൾ ഇത്ര വലിയ കാര്യം, മനുവേട്ടനൊരു ഇത്തിരി മീൻ കൊണ്ടുവന്നതാണോ, അതിന് ഞാൻ താങ്ക്സ് പറയണമെന്നോ? ചുമ്മാ ഞാൻ പറഞ്ഞതാടോ, നീ താങ്ക്സ് ഒന്നും പറയണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ആരാ താങ്ക്സ് ഒക്കെ പറയാൻ പോണത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട്. അമ്പടി നീ ആള് കൊള്ളാലോ, വന്ന സമയത്തൊന്നും വായിൽ നാവ് ഉണ്ടായിരുന്നില്ല, വായിൽ വല്ല കോലിട്ടിളക്കിയാൽ നാവ് പുറത്തേക്ക് കാണാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്താ നാവിനൊക്കെ നീളം കൂടി, വർത്തമാനം പറയാൻ പഠിച്ചു, സംസാരിക്കാൻ പഠിച്ചു അവൾ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കൂടെയൊക്കെയല്ലേ ജീവിക്കുന്ന മനുവേട്ട, ഇവിടെ പിടിച്ചു നിൽക്കണ്ടേ, പിടിച്ചു നിൽക്കാൻ എൻ്റെ നാവെങ്കിലും വേണ്ടേ, എനിക്ക് വേറെ ഒന്നുമില്ലെങ്കിലും നാവെങ്കിലും വേണ്ടേ എന്ന് പറയണം. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം അവർ ഫോൺ വെക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ വന്നോട്ടെ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഇനി നീ വന്നിട്ട് അവിടെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, തൽക്കാലം ഇന്ന് അവിടെ സുലോചനയുണ്ട്, ഇനിയിപ്പോൾ സുലോചനയ്ക്കൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേന് കൃഷ്ണമോൾ അവിടെ ഇരുന്നോളും എന്ന് പറയുമ്പോൾ, ഞാനവിടെ ഇരിക്കത്തില്ല അച്ഛാ, എനിക്ക് പറ്റത്തില്ല, അമ്മ എന്നെ വഴക്ക് പറയും, അമ്മയ്ക്ക് എന്നെ കാണുന്നതേ ഇഷ്ടമല്ല എന്നൊക്കെ പറയണം. കുറച്ച് നേരം ഞാനവിടെ പുറത്തുണ്ടാവും, നമുക്ക് രണ്ടുപേർ കൂടി അവിടെ ഇരിക്കാം സുലോചന വരുന്നത് വരെ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഞാൻ തന്നെ അവിടെ ഇരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബബിതയും രോഹിത്തും താഴേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. അവർ കോളേജിലേക്ക് പോകാനായിട്ട് വരികയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്, അപ്പോൾ കൃഷ്ണയ്ക്ക് അന്ന് സ്കൂളില്ല, അപ്പോൾ കൃഷ്ണ പോണില്ല കേട്ടോ.
അപ്പോൾ ബബിത താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ കോളേജിലേക്കാന്ന് പറയണം. പോയിട്ട് കൃത്യസമയത്ത് കോളേജ് വിട്ടാൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നോളണം, അവിടെ ഇവിടെയും തങ്ങി നിൽക്കാനൊന്നും നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ, ചെയ്യാറുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചില്ല എന്ന് പറയണം. അങ്ങനെ കൃഷ്ണ ബബിത പോകുന്നുണ്ട്, പുറകെ രോഹിത്തും പോകുന്നു. രോഹിത്തിനോട് പ്രത്യേകിച്ച് ഒന്നും ബാലചന്ദ്രൻ പറയുന്നില്ല. ബാലചന്ദ്രനെ ഒന്ന് നോക്കിയിട്ട് രോഹിത്തും പുറത്തേക്ക് പോവാണ്. അങ്ങനെ അലീനയോട് യാത്ര പറഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് പോകുന്നുണ്ട്, ബാലചന്ദ്രനും കൃഷ്ണയും കൂടിയിട്ട്. അങ്ങനെ അലീന ഡോറൊക്കെ അടയ്ക്കുകയാണ്. ആ സമയത്ത് പിന്നെ അതിനു മുന്നേ നമ്മുടെ മനു ആണെങ്കിൽ ഫോണൊക്കെ വിളിച്ച് വെച്ചതിന് ശേഷം അലീനയുടെ ഫോട്ടോ നോക്കിയിട്ട്, ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഗതി കേട്ടോ, അലീനയുടെ ഫോട്ടോ നോക്കിയിട്ട് തന്നെ, അലീനയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു മനുവിൻ്റെ ഫോണിൽ. അപ്പോൾ ആ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ ഭയങ്കര പ്രണയത്തോട് കൂടിയിട്ട് ആ ഫോട്ടോ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് ബെഡിൽ കിടന്നിട്ട് ശരിക്കും ഒരു കള്ളക്കാമുകനെ പോലെ തന്നെയാണ് മനുവിൻ്റെ ആ ഒരു പെരുമാറ്റമൊക്കെ കേട്ടോ. ഭയങ്കര സ്നേഹമാണ് അലീനയോട്. അപ്പോൾ അലീനയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് ചിരിക്കുകയും കളിക്കുകയും ഇങ്ങനെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിലേക്ക് ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടി വരികയാണ്. അങ്ങനെ അവർ വരുന്ന സമയത്ത് വൈജയുടെ അടുത്തേക്കാണല്ലോ സംസാരിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ വൈജയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അങ്ങനെ വൈജ ഇവർ വന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കവർ എടുത്ത് കൊടുക്കുകയാണ്. അതായത് ചെക്ക് ഒപ്പിട്ടതാണ് കൊടുക്കുന്നത്. എന്നെ ചികിത്സിച്ചതിൻ്റെ കാശാണെന്നും പറഞ്ഞു. ശിവേട്ടനും രാജീവേട്ടനും എൻ്റെ അടുത്ത് തന്നായിരുന്നു, അതിൻ്റെ ചെക്കാണ്, ഈ കണക്കുകളൊന്നും തീർക്കാതെ പോവണ്ട എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ അത് വാങ്ങിക്കുന്നില്ല. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നോട് ഈ കണക്ക് തീർക്കേണ്ടത് നിൻ്റെ ആങ്ങളമാരാണ്, അല്ലാതെ നീയല്ല. നീ എന്നോട് തീർക്കാനുള്ള കണക്കൊന്നും ഒരിക്കലും തീരത്തില്ല, അത് വേറെ കണക്കാണ്, അതൊക്കെ നമുക്ക് പിന്നെ വീട്ടാം എന്നൊക്കെ പറയുന്നുണ്ട്. തൽക്കാലം ഇത് നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ, എനിക്ക് വേണ്ട എന്ന് പറയണം. എന്നോട് ഈ കടം വീട്ടേണ്ടത് നിൻ്റെ ആങ്ങളമാരാണ്, ഞാൻ അവരോടാണ് ഈ കണക്ക് തീർക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ വൈജ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാശ് കിട്ടിയാൽ പോരെ, അത് ആര് തന്നാലും എന്താണ്, എന്നെ ചികിത്സിച്ച കാശല്ലേ, അത് ഞാൻ തന്നെ തന്നേക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള കണക്ക് അങ്ങനെയൊന്നും തീരത്തില്ല. അതുകൊണ്ട് നീ കണക്ക് തീർക്കാൻ നിൽക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ പുറകോട്ട് ആലോചിക്കുന്നത് നന്നായിരിക്കും. 23 വർഷത്തെ കണക്ക് തീർക്കേണ്ടി വരും എന്ന് പറയണം. 23 വർഷം മുൻപ് മുതലുള്ള കണക്ക് തീർക്കേണ്ടി വരും. എൻ്റെ 23 വർഷമാണ് വേസ്റ്റായി പോയത്, ആ കണക്ക് തീർക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ വൈജ, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തു, എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, ഏതോ ഒരുത്തി പഴച്ചു പെറ്റ പെണ്ണിനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്നോട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണയ്ക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്, അച്ഛനോട് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത്, അമ്മ ചീത്തയാണ്, അമ്മയാണ് പഴച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നീ എന്നെ കുറ്റം പറയുന്നോടി, നീ എൻ്റെ നേരെ സംസാരിക്കാനായോടി എന്നൊക്കെ ചോദിച്ച് കൃഷ്ണയോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ ന്യായത്തിൻ്റെ പക്ഷത്തെ നിൽക്കുള്ളൂ, അച്ഛനെ ഇങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, അമ്മയ്ക്ക് എന്ത് യോഗ്യതയുണ്ട് അച്ഛനെ ഇങ്ങനെ കുറ്റം പറയാനായിട്ട്, അമ്മ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ വേണ്ട മോളെ, വേണ്ട നിർത്ത് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയെ തടയുന്നുണ്ട് ബാലചന്ദ്രൻ. കൃഷ്ണ ഇങ്ങനെ പറഞ്ഞ് കാട് കയറി പോകുമെന്ന് ബാലചന്ദ്രന് ഒരു പേടി തോന്നുകയാണ്. അപ്പോൾ അത് കാരണം കൃഷ്ണയെ ഒന്ന് തടഞ്ഞു നിർത്തുന്നുണ്ട്. അവൾ പറയട്ടെ, എന്താടി നിനക്ക് പറയാനുള്ളത്, ഞാൻ എന്താടി ചെയ്തത്, നിന്നെയൊക്കെ പ്രസവിച്ച് വളർത്തി ഇത്രയും ആക്കിയതാണോ ഞാൻ ചെയ്തത് തെറ്റ്, അമ്മ പ്രസവിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, അതിൽ ഞാൻ ഒരു ഇതും പറയുന്നില്ല, പക്ഷേ വളർത്തി ഇത്രയൊക്കെ ആക്കിയത് അമ്മയാണോ, അല്ല, അച്ഛനാണ് ഞങ്ങളെ നോക്കുന്നത്, അച്ഛനാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത്, അമ്മയ്ക്ക് ജോലി ചെയ്യണം, സമ്പാദിക്കണം, ബാങ്ക് ബാലൻസ് കൂട്ടണം, അത് മാത്രമല്ലേ ചിന്തയുള്ളൂ, അമ്മ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ മക്കളാണ് എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും സ്നേഹത്തോടെ ഞങ്ങളോട് സംസാരിക്കുകയോ ചിരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇല്ലല്ലോ, എന്നിട്ട് വലിയ കണക്ക് പറയാൻ വന്നേക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയും നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും കൃഷ്ണയെ തടയണം, വാ മോളെ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയെ കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വൈജയന്തി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ സംസാരിച്ചൊന്നും വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാലചന്ദ്രൻ അതുപോലെ കൃഷ്ണമോളെയും കൂട്ടിയിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി അച്ഛനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അമ്മയ്ക്ക് എന്ത് യോഗ്യതയാണുള്ള അച്ഛനെ കുറ്റപ്പെടുത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയാണ് കൃഷ്ണമോള്.